8.1 കോടി. അതാണ് ഈ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്ന കന്നി വോട്ടർമാരുടെ എണ്ണം. 2014 തെരഞ്ഞെടുപ്പ് കാലത്ത് 18 വയസ്സിന് താഴെയുള്ളവരായിരുന്നു ഇവരെല്ലാവരും. ഇത്തവണ ആര് ഭരണത്തിൽ എത്തണമെന്ന കാര്യത്തിൽ ഇവർക്ക് സ്വാധീനം ചെലുത്താനാവും. 1992 ബാബരി മസ്ജിദ് തകർച്ചയ്ക്കും മണ്ഡൽ കമ്മീഷനും ശേഷം ജനിച്ചവരാണ് ഈ കന്നി വോട്ടർമാർ. ഈ രണ്ട് സംഭവങ്ങളും മുതിർന്ന വോട്ടർമാരിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നവയാണ്, ഇപ്പോഴും ചെലുത്തുന്നുണ്ട്. അതിനാൽ ഈ കന്നി വോട്ടർമാരെ ഇവർക്ക് തള്ളിക്കളയാനാവില്ല. 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോന്നിലും ഏകദേശം 1.49 ലക്ഷം കന്നി വോട്ടർമാരാണ് ഉണ്ടാവുക. ഈ 1.49 ലക്ഷം എന്നത് 2014 പൊതു തെരഞ്ഞെടുപ്പിൽ 297ഓളം സീറ്റുകളിൽ വിജയമുറപ്പിക്കാൻ സഹായിച്ചതാണ്. ഇത്തവണ 282 സീറ്റുകളിൽ ഭാവി നിർണ്ണയിക്കാൻ ഈ കന്നി വോട്ടർമാർക്ക് കഴിയും. 272 സീറ്റുകളാണ് സർക്കാർ ഉണ്ടാക്കാൻ ഒരു പാർട്ടി നേടിയെടുക്കേണ്ടത്. ഇതിൽ 217 സീറ്റുകൾ 12 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായ ഉത്തർപ്രദേശിൽ കന്നി വോട്ടർമാരുടെ ഏകദേശ എണ്ണം 1.15 ലക്ഷമാണ്. 2014 വിജയ മാർജിനെ അപേക്ഷിച്ച് കുറവാണെങ്കിലും ഈ വോട്ടർമാർക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്താനാവും. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ വ്യത്യസ്ത പാർട്ടികളായി മത്സരിച്ച സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും ഇത്തവണ ഒരുമിച്ചാണ് മത്സരിക്കുന്നത് എന്നിരിക്കെ ഇന്ന് രാജ്യം നേരിടുന്ന കടുത്ത സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒന്ന് തൊഴിലില്ലായ്മയാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതും ചെറുപ്പക്കാരാണ്. അപ്പം അടുത്ത കാലത്തായിട്ട് അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്ത് തൊഴിലില്ലായ്മയുടെ തോത് വർദ്ധിക്കുന്നു എന്നാണ്. 2018 എത്തുമ്പോൾ ആ തൊഴിലില്ലായ്മയുടെ തോത് വർദ്ധിച്ച് 6% എത്തിയിരിക്കുന്നു. മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാർക്കിടയിൽ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അസംഘടിത മേഖലയിൽ തൊഴിൽ നഷ്ടവും കൂടി സംഭവിക്കുന്നുണ്ട്. അപ്പം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം 2019 ജനറൽ ഇലക്ഷനിലോട്ട് വരുമ്പോൾ തൊഴിലില്ലായ്മയെ എങ്ങനെയാണ് ഏതൊക്കെ പാർട്ടികളാണ് നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നത്, അവർക്ക് വോട്ട് കൊടുക്കാം എന്നതായിരിക്കും അവരുടെ മുൻഗണന.